यस हेलो बच्चों, हाय नमस्ते, कैसे हैं आप सब। यस या आपकी जो कोई इंट्रोडक्शन की जरूरत नहीं होगा, आप लोग मुझे जानता ही होगा, नहीं तो जानने की कोशिश कर लीजिएगा। तो बच्चों फटाफट चैप्टर की ओर चलते हैं, हमारा चैप्टर लेकर काम। सो आप सोच रहे हो ये कौन है यार, फिर मैं हूँ धीरज, आप मुझे वही तो बुला सकते हैं ना। रेडी? सो क्या है बच्चों, सो फटाफट चैप्टर की ओर चलते हैं, നേരെ ചാപ്റ്ററിലേക്ക് നമുക്ക് കടക്കാം. സോ എന്താണ് നമ്മുടെ കബീറിന്റെ ഒന്നാമത്തെ കബീർദാസ് ജിക്ക് जो സാഖി हम पढ़ने वाला है. കബീർദാസ് ജിയെ കുറിച്ച് പറയാൻ വേറെ വാക്കുകളൊന്നും വേണ്ട. 1350 മുതൽ ഏകദേശം 1700 വരെ എന്ന് പറയുന്ന ഈ ഒരു ഗോൾഡൻ പീരീഡ് ആയിരുന്നു ഹിന്ദി സാഹിത്യത്തിൽ തന്നെ ഒരു ഗോൾഡൻ പീരീഡ് എന്ന് പറയുന്നത്. യെസ് ബച്ചോ, ദാറ്റ്സ് എ മെയിൻ തിങ്. സോ ഓൾറെഡി ഐ യൂസ് ടു സെഡ്. സോ ആ ഒരു കാര്യമാണ്. സോ പിന്നീട് എന്താണ് ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കബീർദാസ് ജി എന്ന് പറയുന്നത് വളരെ രസകരമായിട്ട് സമൂഹത്തിൽ ഒരു പരിവർത്തനം കൊണ്ടുവരാൻ ആഗ്രഹിച്ചതും അദ്ദേഹത്തിന്റെ ബാണികളൊക്കെ അതുപോലെയാണ്. ബാണി കാ മത്ലബ് വാണി, സ്പീച്ച് ആണ് അല്ലേ. അദ്ദേഹത്തിന്റെ വാണികളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. 8 ബാണികൾ നമ്മൾ പഠിച്ചു. 8 ബാണി ഹംനെ जो सीखा है നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഓരോത്തിന്റെ അർത്ഥതലങ്ങൾ വളരെ ക്വിക്കായിട്ട് മനസ്സിലാക്കിയാലോ. കബീർദാസ് की साखियां अनुभव और ज्ञान का निचोड़ है. സോ അദ്ദേഹത്തിന്റെ എന്താണ് അദ്ദേഹത്തിന്റെ വാണികൾ എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ് 5-10 ബുക്കുകളൊന്നും വായിച്ചിട്ടല്ല, മറിച്ച് അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഗലീലിയോ जो कहा है विज्ञान का मतलब क्या होता है, विज्ञान का मतलब ये होता है कि बोलता हूँ एक सेकंड. यस क्या है, निचोड़ है. पहली साखी में वे मीठी वाणी बोलने के जो महत्व के बारे में बताते हैं, जो मन का अहंकार ओके अहंकार मिठाकर शीतलता देती है എന്നാണ് ഇവിടെ പറയുന്നത്. കബീർദാസ് ജി പറയുന്നതാണ്. യെസ്, നേരത്തെ ഞാൻ പറഞ്ഞതാണ് ഗലീലിയോ ഒക്കെ ബാരെ में ना. വിജ്ഞാൻ का मतलब പ്രयोग है. വിജ്ഞാനം എന്ന് പറയുന്നത്, സയൻസ് എന്ന് പറയുന്നത് എക്സ്പെരിമെന്റ് ആണെന്നാണ് ഗലീലിയോ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താണ്, ലൈഫിലായാൽ പോലും നമ്മൾ എന്താണ് ഒരുപാട് ബുക്കുകൾ വായിച്ചു നേടുന്ന അറിവല്ല യഥാർത്ഥ അറിവ്, എക്സ്പെരിമെന്റ് ആയിട്ട് ചെയ്യുന്നതും നമ്മൾ ലൈഫിനെ കുറിച്ച് മനസ്സിലാക്കുന്ന യഥാർത്ഥ എക്സ്പെരിമെന്റിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. കബീർദാസ് ജി അതുപോലെ തന്നെയാണ്. ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ജ്ഞാനിയാക്കി മാറ്റുന്നതും. അങ്ങനെ ആവുന്ന ആൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് കബീർദാസിയുടെ ദോഹകൾ എപ്പോഴും നമ്മൾ പഠിപ്പിക്കുന്നത്. സമൂഹത്തിൽ ഒരു പരിവർത്തനം നടത്താൻ അദ്ദേഹത്തിന്റെ സഹജ് സരൽ ഭാഷ, കിച്ചടി ആ ഒരു സതുക്കടി ഭാഷ, എല്ലാം അദ്ദേഹത്തിന്റെ ഭാഷ ശൈലിയൊക്കെയാണ് പിന്നെയും നമുക്ക് എന്താണ് ഇപ്പോഴും ആജ് ബി പ്രാസംഗിക ഹേ എന്ന രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം. ഓക്കെ യെസ്, അഹങ്കാർ മിട്ടാക്കർ ശീതൽ ദേത്തി ഹേ. ഓക്കെ, പെഹലി സാഖി മേ ഒന്നാമത്തെ സാഖിയിൽ അദ്ദേഹം പറയാണ്, വേ മീട്ടി വാണി ബോൽനെ കാ മഹത്വ ബതാത്തെ ഹേ. നല്ല മധുരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതിന്റെ മഹത്വത്തെ കുറിച്ചാണ് കബീർദാസ് ജി പറയുന്നത്. ഓക്കെ, മനക്ക അഹങ്കാർ മിഠാക്കർ ശീതളത ദേത്തെ ഹേ. മനസ്സിലെ അഹങ്കാരത്തിലൊക്കെ ഇല്ലാതാക്കി ഒരു ശീതളത, ഒരു കുളിർമ നൽകുന്നു. ഓക്കെ, ദൂസരി ഓർ തീസരി സാഖി മേ വേ ഈശ്വർ की क्या है സർവ്വവ്യാപകത की बात करते हैं. ഈശ്വരന്റെ സർവ്വവ്യക്തിത, സാർവഭൗമിക് എന്ന് പറയുന്ന ആ ഒരു ഓംനി പ്രസന്റ് ആയിട്ടുള്ള ഈശ്വരനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ക്യാ ഹേ ജബ് തക് മൻ മേ മേ. നമ്മുടെ മേം എന്ന് പറയുന്നത് നോട്ട് ചെയ്തോളൂ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ മേം എന്ന് പറയുന്നത് അഹങ്കാരമാണ്, ഞാൻ എന്ന് പറയുന്നത് അവിടെ അഹങ്കാരമാണ്. രണ്ടാമത്തേതിൽ വരുന്ന സമയത്ത് തബ് തക് ഈശ്വർ നഹി മിൽത്തെ ഹേ. സ്വയം അഹങ്കാരമുള്ളപ്പോഴൊന്നും ഈശ്വരനെ ലഭിക്കത്തില്ല എന്നാണ് കബീർദാസ് ജി പറയുന്നത്. തബ് തക് മേ യാനി അഹങ്കാർ രൂപി മേ हमारे अंदर होते हैं तब तक क्या है, ईश्वर नहीं मिलेगा, आपको ईश्वर नहीं मिलेगा. रेडी? जैसे ही ज्ञान का दीपक जलता है, अज्ञान का अंधेरा मिट जाता है. जब तक जो ज्ञान का जो क्या होता है, whenever the wisdom ignites है ना, ज्ञान का जो लाइट्स है ना, इग्नाइट होते समय क्या होता है, अज्ञान का अंधेरा मिट जाता है. अज्ञानमागुന്ന अंधेरा है ना, the darkness eradicate. yes very good. so क्या आता है, चौथी साखी, നാലാമത്തെ സാഖിയിലേക്ക് പോകുമ്പോൾ എന്താണ്, കബീർ क्या कहते हैं, संसार खाने और सोने में मग्न है. ലോകം എന്ന് പറയുന്നത് കഴിക്കലും ഉറങ്ങലിനും വേണ്ടിയിട്ട് എന്താണ്, വ്യർത്ഥമായിട്ട് ആൾക്കാർക്ക് ചെലവഴിക്കുവാണ്, അല്ലെങ്കിൽ അതിൽ തന്നെ മുഴുകിയിരിക്കുവാണ്. മഗ്ന ഹേ ഖുദ് കോ സുഖി മാനത്താ ഹേ. സ്വയം അതാണ് ഒരു സന്തോഷം എന്ന് ആൾക്കാർ വിശ്വസിക്കുന്നു. ജബ്കി ഭക്ത് യാനി കബീർ संसार की नश्वरता देखकर रोते हैं. संसार ഈ ലോകത്തിന്റെ ഈ ഒരു നശ്വരത കണ്ടിട്ട് കബീർദാസ് ജി കരയുകയാണ്. और जागते ഉണർത്തുകയാണ്. പാഞ്ചവി സാഖി മേ വേ വിരഹ കി പീഡ കാ വർണ്ണൻ करते हैं. അഞ്ചാമത്തെ സാഖിയിൽ എന്താണ്, അദ്ദേഹം വിരഹത്തിന്റെ പീഡയെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്. യെസ് क्या है, राम ईश्वर से बिछड़ के जीवित रहने क्या है नहीं रख सकता है. यस क्या है, ओके कबीरदास जी പറയാണ്, विरह की पीड़ा का वर्णन करते हैं कि राम यानी ईश्वर से बिछुड़कर जीवित नहीं रह सकता, नहीं तो जीवन जी नहीं सकता. അതായത് ഈശ്വരനിൽ നിന്ന് മാറിയിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കത്തില്ല. അവിടെ ഒരു സാമ്പ് വെച്ച് എക്സാമ്പിൾ പറയുന്നുണ്ട്, ഒരു പാമ്പിന്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്. और अगर जीता भी तो पागल जैसा हो जाता है. എന്നിട്ടും അവൻ ജീവിക്കുവാണെങ്കിൽ പാഗൽ ബൻ ജാത്ത है. അങ്ങനെ ഒരിക്കലും ജീവിക്കത്തില്ല. ഈശ്വരൻ നിന്ന് മാറി ആർക്കും ജീവിക്കാൻ സാധിക്കത്തില്ല. अगर फिर भी वो जीता है पागल जैसा जीता है, मैड ने പോലെ
പോലെയാണ്, ഒരു പ്രാന്തനെ പോലെയാണ് അദ്ദേഹം ജീവിക്കുക എന്നാണ് കബീർദാസ് ജി പറയുന്നത്. ഛട്ടി സാഖി മേന, ആറാമത്തെ സാഖിയിൽ അദ്ദേഹം പറയാണ് എക് ബഹുത്ത് ബഡി സീഖ് ദേത്തി ഹൈ, ഒരു വളരെ വലിയൊരു പാഠമാണ് കബീർദാസ് ജി തരുന്നത്. എന്താണ് നിന്ദക് നേഡാസ് രഖിയേ എന്നാ, നിന്ദക് യാനി ക്രിറ്റിസിസം ഈസ് എവറിത്തിങ് ഇൻ ദിസ് യൂണിവേഴ്സ്. ക്രിറ്റിസിസം ആണ് നമ്മൾ ജീവിക്കാൻ. യെസ്, ലിവ് ആൻഡ് ലെറ്റ് ലിവ് എന്നൊരു കാര്യത്തിലും ക്രിറ്റിസിസം എന്നൊരു കാര്യം തന്നെയുണ്ട്. ക്രിറ്റിസിസം ആണ് എല്ലാവരും ജീവിക്കുന്നതും ലോകത്തിന് മുന്നോട്ട് നയിക്കുന്ന ഒക്കെ ക്രിറ്റിസിസമാണ്. ആ ഒരു ക്രിറ്റിസിസം നമ്മളൊരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ ഓടിക്കുമല്ല വേണ്ട, അവനെ കൂടെ നിർത്തുക വേണ്ടെന്നാണ് കബീർദാസ് ജി പറയുന്നത്. ക്യാ ഹേ നിന്ദക് ഹമാരി കമിയോ ബതാക്കർ ഹമാരി സ്വഭാവ് കോ ഉജ്വൽ കർത്താ ഹേ. നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാർ വാട്ട് ദേ ആർ ഡൂയിങ് വെരി ഗുഡ് തിങ്സ്. വാട്ട് ദോസ് എന്താണ് ആ ഒരു നല്ല കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു, നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാം, പക്ഷെ നമ്മളെ സംബന്ധിച്ച് എന്താണ്, നമ്മളെ തന്നെ ഒന്ന് സുധാരണയ്ക്കാ മോക്കാ हमको जो मिल रहा है, we are able to get that opportunity to get rectify self. നമുക്ക് സ്വയം ഒന്ന് റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു opportunities we are easily getting, right? അതുകൊണ്ടാണ് we have to keep them aside, right? അവരെ കൂടെ നിർത്തണം എന്ന രീതിയിലാണ് keep them beside, right? എന്ന രീതിയിൽ എന്താണ് അവരെ കൂടെ നിർത്തണം എന്നാണ് കബീർദാസ് ജി പറയുന്നത്. സോ keep them ready, അവരെ കൂടെ നിർത്തൂ. സോ എന്താണ് സാത്വി സാഖി, കാരണം അങ്ങനെ അവർ ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാനുള്ള അവസരം നമുക്ക് ലഭിക്കുന്നത് എന്നാണ് കബീർദാസ് ജി പറയുന്നത്. ഏഴാമത്തെ സാഖിയിൽ സാത്വി സാഖി മേ കിതാബി ജ്ഞാൻ കോ വ്യർത്ഥ प्रेम आगना श्रेष्ठ बताया जाता है. എന്താണ് കിതാബി ജ്ഞാൻ കോ വ്യർത്ഥ ബതാത്തെ ഹെ കബീർദാസ് ജി. കിതാബ് ബുക്കിൽ നിന്ന് നോളജ് കിട്ടുന്നില്ല, ഒരുപാട് ബുക്ക് വായിക്കുന്നതിൽ കിട്ടുന്ന നോളജിനേക്കാൾ മറിച്ച് പ്രേമം, ഈശ്വരനോട് സ്നേഹിക്കുന്ന, ഈശ്വർക്കോ പ്രേം കർണേ സെ അച്ഛാ ജ്ഞാനി ബനता है. ഈശ്വരനെ സ്നേഹിക്കുന്ന ആളാണ് യഥാർത്ഥ ജ്ഞാനി എന്ന് കബീർദാസ് ജി പറയുന്നത്. ഇവിടെ എന്താണ് ഈശ്വരനെ സ്നേഹിക്കുക എന്ന് പറയുന്നതിലൂടെ ഓൾറെഡി നമ്മൾ ഒരുപാട് മേഖലകളിൽ വായിച്ചു അല്ലേ. ഈശ്വരൻ എന്ന് പറയുന്നത്, കബീർദാസ് ജി എന്ന് പറയുന്ന ഒരാൾ ഒരിക്കലും ഫിസിക്കലി ആയിട്ടുള്ള അമ്പലങ്ങളിലും മസ്ജിദിലും കാണുന്ന ഒരു ദൈവത്തെയല്ല കബീർദാസ് ജി തന്റെ ദൈവമായിട്ട് കാണുന്നത്. തന്റെ ഗുരുവായിട്ടുള്ള രാമാനന്ദ് നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരാളാണ്. അദ്ദേഹം ചാപ്റ്റർ ആപ്പിലെ ലൈവിൽ ഞാൻ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൂപ്പറായിട്ട് പഠിക്കാം. ആപ്പിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം ഞാൻ തരാം. സോ അഗ്ല പേജ് മേ ഹേ, യെസ് അഗ്ല പേജ് മേ ഹേ, കഹാ പേ ഹേ അഗ്ല പേജ്. യെസ്, ഈ ഒരു പേജ് ജിമൻ സാറെ ജൂപ്പോട് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നോട്ട്സ് വേണമെങ്കിൽ ഞാൻ അയച്ചുതരാം. നിങ്ങൾക്ക് CBSE ഈ ഒരു 10ാം ക്ലാസ്സിൽ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പഠിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വളരെ ക്വിക്കായിട്ട് ക്രാഷ് ബാച്ചൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ജസ്റ്റ് നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ എഴുതി അയച്ചു തന്നാൽ മതി. നെയിം, ക്ലാസ് എന്ത് ചെയ്താൽ മതി, CBSE 10 എന്ന് എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ എഴുതിയിട്ട് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് എനിക്ക് ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടാൽ മതി. ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻക്വയറി ചെയ്യാം, കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയാം. ജസ്റ്റ് ക്രാഷ് ബാച്ച് നല്ല രീതിയിൽ A+ വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡീറ്റെയിൽ സമ്മറി എല്ലാം എവറിത്തിങ് ഈസ് സെറ്റ് ഓൺ ആപ്പ്. നല്ലൊരു ബെസ്റ്റ് ആപ്പാണ് എജുപോണ്ട് ആപ്പ്, നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്യാം, പാരൻസിനോടൊന്ന് പറയാം, അച്ഛനോ അമ്മ എനിക്ക് നല്ല രീതിയിൽ പഠിച്ച് മുന്നേറണം, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ പഠിച്ച് മുന്നേറണം, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമാണ് എജുപോണ്ട് ആപ്പ് ഞാൻ പറയുന്നത്. റെഡി? സോ എന്താണ് അടുത്ത എന്താണ്, യെസ് അന്തിം സാക്കിമേ, അവസാനത്തെ സാക്കിയിൽ. അതുപോലെ തന്നെ എന്താണ് പ്രേം ക്യാ ഹേ, ആ ഒരു പ്രേം എന്ന് പറയുന്നത് ശ്രേഷ്ഠമായിട്ടുള്ള ആ പ്രേമം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എന്താണ് അദ്ദേഹം പറയുന്നത്, നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തിയാണ്. ഈശ്വരൻ ഹമാരെ അന്തർ ഹി ഹേ, നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ ഈശ്വരനെ എത്തത്തില്ല. ആ ഒരു ഈശ്വരിലേക്ക് എത്തുമ്പോൾ തന്നെ എന്താണ് യഥാർത്ഥത്തിൽ ഒരു ജ്ഞാനി നമ്മളാകും എന്നാണ് കബീർദാസ് ജി പറയുന്നത്. അന്തിം സാഖി, അവസാന സാഖി എന്താണ്, കബീർദാസ് ജി कहते हैं कि समाज सुधार और ज्ञान प्राप्ति के लिए उन्होंने अपना घर എന്ന് പറയുന്നത് എന്താണ്, സ്വയം ഘർ എന്ന് പറയുന്നത് മോഹ് മായ അഹങ്കാർ, സമൂഹത്തിന് നല്ലൊരു പരിവർത്തനം കൊണ്ടുവരാൻ, സമാജ് സുധാർ और ज्ञान प्राप्ति के लिए സമൂഹത്തിലെ സുധാരണ കറക്റ്റ് ചെയ്യുക. അതുപോലെ എന്താണ് ജ്ഞാൻ പ്രാപ്തി, ജ്ഞാനം ലഭിക്കാൻ, ജ്ഞാൻ പ്രാപ്തി के लिए उन्होंने क्या कर दिया, क्या किया उन्होंने अपना ही घर को आग लगाया. അദ്ദേഹം സ്വയം ഗർ എന്ന് പറയുന്ന അവിടുത്തെ ഗർ എന്നാണ്, അദർക്കാ ഗർബി ക്യാ ഹോത്താ ഹൈ. ഇവിടെ ഗർ എന്ന് പറയുന്നതും ഈ രണ്ടിൽ മേം എന്ന് പറയുന്നതും രണ്ടും സെയിം ആണ്. രണ്ടും എന്താണ്, മായ, അഹങ്കാരം, അറഗൻസിനൊക്കെയാണ് എന്ത് പറയുന്നത്, ഈ രണ്ടിലും ഈഗോ പറയാം, ഓക്കെ, അറഗൻസ് പറയാം, മായ അല്ലേ, എല്ലാത്തിനെയും ഇല്ലാതാക്കുന്നതാണ് ഈ ഗറും മേയും. ഇത് രണ്ടും എന്താണ്, അദ്ദേഹം അതിനെ കത്തിച്ചു, വീടിനെ കത്തിച്ചു എന്ന് പറയുന്നതിലൂടെ എന്താണ്, യെസ് ക്യാ ഹേ അതിലൂടെ അഹങ്കാരം ഇല്ലാതായി പോയി. അതുകൊണ്ട് ജൽ ദിയ और जो उनके साथ चलेगा, ആരൊക്കെയാണ് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുക, അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആൾ എന്താണ്, ഉസേബി അപ്നാ ഗർ ജലാനേ ഹോഗ, ആരൊക്കെയാണ് ഇദ്ദേഹത്തിന് കൂടെ നിൽക്കുന്നത് അയാൾക്കും അദ്ദേഹത്തിന്റെ വീട് കത്തിക്കണം. ആ വീട് എന്ന് പറയുന്നത് അഹങ്കാരമാണ്. അഹങ്കാരം ഇല്ലാതായാൽ മാത്രമേ യഥാർത്ഥത്തിൽ ഒരാൾക്ക് ഒരു ജ്ഞാനിയാകാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ എന്താണ്, അയാൾക്ക് എന്ത് ആകാൻ സാധിക്കത്തുള്ളൂ, ജ്ഞാനി ആകുന്നതിന് കൂടെ തന്നെ ഒരു സമാജ് സുധാരക, സമൂഹത്തിന് നല്ലൊരു വഴി കാണിക്കുന്ന, നല്ലൊരു പാത കാണിക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ വീട് കത്തിക്കണം. ആ വീട് എന്ന് പറയുന്നത് മോഹയാണ്, അല്ലെങ്കിൽ അഹങ്കാരമാണ്, അറഗൻസ് ആണ്, ഈഗോ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. ദാറ്റ്സ് എ തിങ് ബച്ചോ, വെരി ഈസി വൺ. സോ ഇതിന്റെ ഒരു മലയാളം വേർഷൻ मेरे पास है, आई हैव द थिंग. सो ऑलरेडी आई सेड लाइक मेरा इंस्टाग्राम है ये, आपको जो मलयालम और हिंदी चाहिए तो आप जस्ट साखी എന്ന് കിട്ടാൻ മാത്രം മതി. CBSE ഓക്കെ, CBSE സാഖി എന്നിട്ടാൽ മതി. ഓക്കെ, ഓൾറെഡി बहुत कुछ है.
ഞാൻ എജുപോർട്ടിൽ കംപ്ലീറ്റ് എന്നാണ് നമ്മളെ സെഷൻസ് വരുന്നതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങൾ ജസ്റ്റ് CBSE സാഖി എന്ന് ഇട്ടാൽ മതി. CBSE 10 സാഖി എന്ന് എനിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹിന്ദി അതുപോലെ തന്നെ മലയാളം വേർഷൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചുതരാം. मेरा इंस्टाग्राम है ये, इंस्टाग्राम है ये. और നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല, പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ हम है आपके साथ, we are with you, आपको हम सिखाएंगे आपको. റെഡി വെച്ചോ? താങ്ക് യു. സോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെന്താണ് നമ്മളെ ദോഹയായിട്ടുള്ള സാഖി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. तो वेरी इजी बच्चों, इफ यू गिव सम वॉट एफर्ट, ऑलवेज एफर्ट पेस ऑफ, दैट्स द मेन थिंग. तो थैंक यू बच्चों. रेडी. सो मिलते हैं अगली थासा सेशन के साथ. तब तक के लिए मैं आऊँगा, मैं तो जरूर आऊँगा, हम तो जरूर मिलेंगे ही. तो बच्चों താങ്ക് യു. സോ ഒന്ന് പഠിച്ചോളൂ. നമ്മൾ എന്തായാലും അടുത്ത ചാപ്റ്റേഴ്സിനൊക്കെ വളരെ ഈസി ക്വിക്ക് സമ്മറി ആയിട്ട് मैं तो आऊँगा. तो थैंक यू, धन्यवाद एंड जय हिंद.